ഹലോ, നമസ്കാരം. അതെ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെ. ഞാനിപ്പോൾ തലയിൽ ഇത്തിരി ഒന്ന് കറുപ്പ് തേച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ വീഡിയോൻ്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതിനെക്കുറിച്ച് പ്രതികരിക്കണം. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ വെറും ലൈംഗിക ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മുടെ ഈ ലോകത്തിൽ സ്ത്രീകളെ കാണുന്നത്. എല്ലാവരിനെയും ഞാൻ പറയുന്നില്ല. അതുപോലെ ചെയ്യുന്ന ആണുങ്ങൾക്കും ആണുങ്ങളെ ചെയ്യുന്ന പെണ്ണുങ്ങൾക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അവിടെ നടന്നതല്ല എങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നടന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. എവിടെയാണെന്ന് പറഞ്ഞാൽ ആസാമിലാണ് നടന്നിരിക്കുന്നത്. 16 വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് തലയോട്ടിനെ തല്ലി തകർത്ത് അവളുടെ അവയവ ഭാഗത്ത് കോലും കൊണ്ട് കുത്തിയിരിക്കണമെന്നാണ് പോലീസ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം, ഇത് ചെയ്ത ആൾക്കാരെ എത്ര ആളുണ്ടെന്നൊന്നുമില്ല, അത് ചെയ്ത വ്യക്തിനെ ആസാമിലെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യാൻ പോണത്? അവിടെ ഏത് പാർട്ടിയിലെ ആൾക്കാരാണ് ഭരിക്കുന്നത്? എനിക്ക് ശരിക്കും അറിയില്ല ആസാമിൽ ആരാണെന്ന്. ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളുടെ കേരളത്തിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അത് തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വിജയ് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയതാണ്. അപ്പം ഞാൻ ഈ ഇന്ത്യയിൽ മാത്രം, എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വരാത്തത്? ഇപ്പോൾ വിജയ് 24 അവേഴ്സിൻ്റെ ഉള്ളിൽ തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ചെയ്താൽ ഞാൻ വിജയിനെ ഒരു 100 ശലോട്ട് ഞാൻ വിജയ്ക്ക് കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ കേരളത്തിലും വരണം, നമ്മുടെ ഇന്ത്യയിൽ വരണം. ഈ 10 കൊല്ലം ഇപ്പോൾ ഭരിക്കുന്ന ഇന്ത്യയിലത്തെ ആൾക്കാർ വന്നതിന് ശേഷം സ്ത്രീകൾക്കുള്ള പീഡനം, വെട്ടിക്കൊല്ലല്, തല്ലിക്കൊല്ലല്, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലല്, സ്ത്രീകൾക്ക് എവിടെയും ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഭരിക്കുന്ന ഈ 10-12 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ, എത്രയോ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ കാമുകനെ വിശ്വസിച്ചിട്ട് പോയിട്ട് 6 പേരും ആ കുട്ടിനെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞു 32 പേര് പീഡിപ്പിച്ചു. എന്താ ഈ ഇന്ത്യയിൽ നടക്കുന്നത്? അപ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് ലൈംഗികമായിട്ട് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ വിചാരിച്ചിരിക്കുന്നത്? എവിടെ പോയിട്ട് വേണം ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും കൗമാരപ്രായത്തിയ പെൺകുട്ടികൾക്കും ആരോടാണ് സംരക്ഷണം ചോദിക്കേണ്ടത്? സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഒന്നും മിണ്ടാതെ ചെയ്യാതെ, ഭരണം മാറ്റാതെ, ഇല്ലെങ്കിൽ നിയമം മാറ്റാതെ എങ്ങനെ ജീവിക്കും? ഒരു ആങ്ങളൻ്റെ കൂടെ ഒരു പെങ്ങൾ എങ്ങനെ കിടക്കും? ഒരു അച്ഛൻ്റെ കൂടെ എങ്ങനെ കിടക്കും? കാരണം ഇന്നത്തെ കാലത്ത് ആങ്ങളമാരിനെ വിശ്വസിക്കാൻ പറ്റില്ല, അച്ഛനെ വിശ്വസിക്കാൻ പറ്റില്ല, ബന്ധുക്കാരനെ വിശ്വസിക്കാൻ പറ്റില്ല, അമ്മാവന്മാരിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാലം അത്രമാത്രം ഈ ലൈംഗിക പീഡനത്തിന് അതമ്പതിച്ചു പോയിരിക്കുന്നു. എന്താ അത്? ആരോട് പരാതി പറയും? പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ എല്ലാ പോലീസുകാരും അല്ല, കുറച്ച് പേര് ചിരിക്കുന്നു. വിജയിൻ്റെ തമിഴ്നാട്ടിൽ കണ്ടതാണല്ലോ, ഒരു നാറി അവിടെ ഇരുന്ന് ചിരിക്കുന്നത്, ഒരു പെണ്ണ് പോലീസ്. അവളിനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇരട്ടത്തോക്കം കൊണ്ട് ഇങ്ങനെ വെച്ച് വെടിവെക്കണം, മുകളിലേക്ക് കയറ്റിയിട്ട്. നേരിട്ട് നെഞ്ചത്ത് വെക്കാൻ പാടില്ല. അവളിൻ്റെ സാധനത്തിൽ ഇങ്ങനെ നേരെ വെച്ച് വെടിവെക്കണം. അങ്ങനെയുള്ള പോലീസുകാരനെ ഉള്ളവരിനെ മനസ്സിലായോ? നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആരോട് പറഞ്ഞാലാണ് രക്ഷപ്പെടുക, ഇല്ലെങ്കിൽ ആരോട് പറഞ്ഞാലാണ് സംരക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ നിയമാധികാരികൾ നമ്മളെ നോക്കി പുച്ഛിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എവിടെ പോയിട്ട് നമ്മളുടെ സംരക്ഷണം ചോദിക്കുക? ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ എവിടെ പോയിട്ട് അവലാതി പറയും? ഈ നിയമം, നമ്മുടെ ഇന്ത്യയിലെ നിയമം മാറണം. തൂക്കി കൊല്ലണം.
24 മണിക്കൂറും കൂടി വേണ്ട. എൻ്റെ അഭിപ്രായം വിജയ് 24 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂർ വേണ്ട. അവളെ പീഡിപ്പിച്ചവർ അവരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തൂക്കിക്കൊല്ലണം അവരിനെ. ആ നിയമമാണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത്. അതിന് ഏത് നേതാക്കന്മാരായാലും ഏത് മന്ത്രിമാരായാലും ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊട്ടവനെ തൂക്കി കൊല്ലണം. ഇല്ലെങ്കിൽ അവൻ്റെ സാധനത്തിനെ അറുത്ത് വെട്ടിക്കളയണം. എന്നാലും നമ്മുടെ നിയമത്തിന് പേടിയുണ്ടാകുള്ളൂ. ഇതെന്താത്? കുഞ്ഞു കുട്ടികൾ മുതൽ 2 മാസം മുതൽ 2 മാസം, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 20 വയസ്സ്, 13 വയസ്സ്, 16 വയസ്സ്, 65, 70, 80, 100 വയസ്സായാലും സ്ത്രീകൾക്ക് ഈ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒരു മോചനമില്ല. എവിടെയും അവർക്ക് പേടിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ നാട് വിട്ട് ദൈവങ്ങളായിട്ട് ദൈവത്തിൻ്റെ അമ്പലങ്ങളിൽ പോയി ചുറ്റണം നടന്നിട്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എന്നിട്ടും എനിക്ക് പേടി. എനിക്ക് 62 വയസ്സായി. പക്ഷെ എനിക്ക് പേടിയുണ്ട്. രാത്രി എങ്ങനെ ഒരെവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കും, എവിടെ പോയി രാത്രി സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങും എന്നുള്ളൊരു പേടി എനിക്ക് ഈ ഇന്ത്യയിലുണ്ട്. അതേസമയത്ത് സൗദിയിലും ദുബായിലും കുവൈറ്റിലും മുസ്ലിം കൺട്രികളിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സമയം നമുക്ക് പെണ്ണുങ്ങൾക്ക് സുഖമായിട്ട് ഏത് പാതര നേരത്തും നടക്കാം. അതാണ് അവിടുത്തെ ഭരണം. അങ്ങനെയുള്ളൊരു ഭരണമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരേണ്ടത്. ഞാൻ പല പ്രാവശ്യം വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. ഈ നിയമം മാറ്റാത്തോടത്തോളം കാലം ഇത് ഇങ്ങനെ പോകുള്ളൂ. എങ്ങനെയാ ഒരു സ്ത്രീകൾ ഒരു എന്താ പറയുക മനസമാധാനത്തിൽ കിടന്നുറങ്ങും? കള്ളും കഞ്ചാവും പെണ്ണും മക്കളിനെ ഒന്നും പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത കാലം, വെളിയിലുള്ളവരിനെ പേടിക്കാൻ പറ്റാത്ത കാലം, ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇനി എന്നാണ് ഇതിന്നൊക്കെ സ്ത്രീകൾക്കൊരു മോചനം വരിക? ഇല്ലെങ്കിൽ ഏത് ഭരണം വന്നാലാണ്? എല്ലാവരും പറയുന്നു ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നവർ കുണ്ടൻ ചിരട്ടയിൽ കുതിരയോട്ടുണ്ട്, സ്ത്രീകൾക്ക് സുരക്ഷിതമുണ്ട്, നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമുണ്ട് എന്നൊക്കെ. എവിടെ? പീഡനമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പിന്നെ ദൈവങ്ങളിനെ പറയുകയാണെങ്കിൽ എന്താ ദൈവങ്ങളൊക്കെ ഈ അക്രമങ്ങളൊക്കെ കാട്ടുമ്പോൾ ഈ ദൈവങ്ങളൊക്കെ എവിടെയാണ്? കണ്ണു ചുമ്പിയിരിക്കുകയാണോ? ഒരു പാട്ട് പറയുന്നുണ്ടല്ലോ, കളിമൺ പ്രതിമകൾ എന്ന്. കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത വെറും കളിമൺ പ്രതിമകളാണോ എന്ന് ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നുണ്ട് ഒരു കുട്ടി. കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. ആ പാട്ട് പോലെയാണ് ദൈവം എന്ന് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ അക്രമം നടക്കുന്നുണ്ടോ അവിടെ ദൈവം മനുഷ്യരൂപത്തിൽ വന്നിട്ട് അതിന് പ്രതികരിക്കണം. ഇല്ലെങ്കിൽ അതിന് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അങ്ങനെയാണ് ദൈവം. ഇതൊരു പെൺകുട്ടി 13 വയസ്സായ ഒരു പെൺകുട്ടി 32 പേര് 5 ദിവസം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ രംഗം ഒന്നൊരു മനുഷ്യനായിപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കിന് ആ ഭാഗം. എന്നിട്ട് എന്താ അതിൽ കുറച്ച് ജനങ്ങളെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുന്നു. എൻകൗണ്ടറിൽ ചെയ്തു എന്നാ തൂക്കിക്കൊന്നു എന്നാ എന്നൊക്കെ പറയണു. എന്നിട്ട് ഇപ്പോഴും നടക്കണ്ടല്ലോ. ഇത് ആസാമിലല്ലേ നടന്നിരിക്കുന്നത്. അപ്പം ആസാമിലെ മുഖ്യമന്ത്രിയോടാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഈ ചെയ്തവന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? ഇനി ഇതിൻ്റെ ഇനി പിടിച്ചു നോക്കുമ്പോൾ വേറെ പാർട്ടിയാണെന്നും പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടിട്ട് തെറി പറയുകയാണെങ്കിൽ ഞാൻ അതിനെ മയിര് പോലെയേ കണക്കാക്കുകയുള്ളൂ. അത്രമാത്രം വേദനയുണ്ട് എനിക്ക്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ അമ്മമാർക്കും ഓരോ സഹോദരിമാർക്കും ഓരോന്നും സംഭവിക്കുമ്പോൾ അത്രമാത്രം വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം അതിന് പ്രതികരിക്കുന്നത്. മീഡിയ തുറന്നു കഴിഞ്ഞാൽ പീഡനം പീഡനം പീഡനം. ഈ ആണുങ്ങൾക്ക് ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ ഇനി? അപ്പം അതിനാണ് ഞാൻ പറയുന്ന അവന്മാരുടെ ആ ഡേഷനെ അങ്ങോട്ട് മുറിച്ച് കളയണമെന്ന്. വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ എൻകൗണ്ടറിൽ കൊല്ലുക തൂക്കി കൊല്ലുക, ഇത് അപ്പോഴത്തെ വേദന ഉണ്ടാകുള്ളൂ. അവരുടെയൊക്കെ സാധനത്തിന് മുറിച്ച് കളഞ്ഞിട്ട് ജീവിതകാലം അവർക്കത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുറിച്ച് കളയണം. എന്നാലേ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ.
അത്രമാത്രം വേദനയുണ്ട് ഓരോരോ കഥകൾ കേൾക്കുമ്പോൾ. എന്താത് നിയമത്തിന് ജനങ്ങൾക്ക് പേടിയേ ഇല്ല. എങ്ങനെ പേടിയുണ്ടാകും? ജയിലുകളിൽ ഭക്ഷണം അങ്ങനെയല്ലേ കൊടുക്കണത്, പിന്നെ എങ്ങനെ പേടിയുണ്ടാവുക? ഇല്ല, ഭക്ഷണം കുറയുന്നവിടെയാണെങ്കിലോ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഓ ആ പാർട്ടിക്കാർ വന്നു, ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഞങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു അവന്മാർ വന്നു ജാമ്യത്തിലിറക്കി. എന്നിട്ട് അവരിനെ കൊണ്ടുപോയി. എന്നിട്ട് എന്താ ഉണ്ടാകണ്? ചെന്താമര എന്ന് പറയുന്നവൻ ജയിൽ പുള്ളിയായിട്ട് കിടന്നിട്ട് ജാമ്യത്തിൽ വന്ന് രണ്ടാളിനെ കൊന്നു. ഏതോ ഒരു കിളവൻ പീഡിപ്പിച്ച് ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയിട്ട് പോയി പീഡിപ്പിച്ചിട്ട് വന്നു. അപ്പോൾ അയാൾക്ക് നിയമത്തിന് എന്ത് പേടിയുണ്ട്? നല്ല ചുണയുള്ള ആൺകുട്ടികളായിരിക്കണം. മനസാക്ഷി എന്താണ് വേദന, ഒരു സ്ത്രീൻ്റെ വേദന എന്ന് അറിയണമെങ്കിൽ അതുപോലെയുള്ള അധികാരികളാണ് വരേണ്ടത്. കാശിനും പണത്തിനും മോഹത്തിനും സ്വത്തിനും മുതലിനും വേണ്ടിയിട്ട് നിയമത്തെ വളച്ചൊടിക്കുന്ന പോലീസുകാരല്ല വേണ്ടത്. മനസാക്ഷി എന്നുള്ള ഒരു പോലീസുകാരൻ എങ്കിലും ഏതെങ്കിലും ഒരു ജയിലിലോ ഒരു സ്റ്റേഷനിലോ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് എനിക്ക് കാണണമെന്നാണ് ആഗ്രഹം. മേലധികാരികൾ അങ്ങനെയാണ് നമ്മുടെ നിയമത്തിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒരുപാട് വീഡിയോ നീണ്ടുപോണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.